ഹേ ഹലോസ് വെൽക്കം ബാക്ക് ടു ദി ഡേ 2 ഓഫ് ദർശന വെഡിങ്. ഇത് രാവിലെ തന്നെ കുഞ്ഞപ്പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി മേക്കർ സ്റ്റുഡിയോ ആയിരുന്നു നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് രാവിലെ തന്നെ എന്താ പറയുക, ഇവർക്ക് കുറച്ച് ചടങ്ങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റും അതുപോലെ തന്നെ പൂച്ചുടൽ ചടങ്ങ് എന്ന് പറയുന്നതിൽ പറയും. അപ്പോൾ ഇത് രാവിലെ തന്നെ ചേച്ചി അടിപൊളി സുന്ദരിക്കായിട്ട് നമ്മുടെ ദർശനം റെഡി വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവർക്ക് ഡ്രസ് ചേഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സാരിയാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. സാരിയും അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യാനുള്ള മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഇങ്ങനെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നിട്ടാണ് ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ദർശനിച്ച് കല്യാണം കഴിക്കാൻ പോണ ചേട്ടൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ആ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകട്ടെ, ആ സാരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ആ ഗ്യാപ്പിൽ നിശ്ചയത്തിൽ നമ്മൾ മറ്റേ കുറി വായിക്കുന്ന പോലെ ആ സംഭവം വായിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ എഴുതലും വായിക്കലൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അവർ റെഡി ആയത് സാരിയെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഓരോ ചടങ്ങുകളും കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ഇങ്ങനെ മടിയിൽ ഒരു തുണിയൊക്കെ ഇതാക്കിയിട്ട് അതിലോട്ട് ഇങ്ങനെ അരി ഇടുക, പിന്നെ ജസ്റ്റ് സിന്ദൂരം പോലെ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നൊരു ചടങ്ങാണ് അവർ ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന എല്ലാവരും അത് ചെയ്യും കേട്ടോ. പിന്നെ അതേ കഴിഞ്ഞിട്ട് എന്തോ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്വീറ്റ്സ്, അതായത് അവിടെ ഒരു സ്വീറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചേച്ചി കഴിക്കണം. അപ്പോൾ ആ കഴിക്കുന്ന രംഗമാണ് കാണുന്നത്. പാവം ഒറ്റയ്ക്ക് എല്ലാവരെയും നോക്കിയിരിക്കുക, എല്ലാവരെയും നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഉണ്ണിയപ്പാണ് അവർ കൊണ്ടുവന്നതും ഇവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവരങ്ങോട്ട് കൈമാറാണ്. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റിംഗ് എക്സ്ചേഞ്ചിലോട്ടാട്ടോ കടന്നത്. അപ്പോൾ റിംഗ് എക്സ്ചേഞ്ചിന് എല്ലാവരെയും നമ്മൾ സ്റ്റേജിലോട്ട് വിളിക്കണം. അവരുടെ ഫാമിലി എല്ലാവരും മെമ്പേഴ്സിനൊക്കെ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ റിംഗ് എക്സ്ചേഞ്ച് നടന്നു. അല്ല അടിപൊളിയായിട്ട് എല്ലാം നടന്നു കേട്ടോ. പിന്നെ ചേട്ടൻ ഇട്ട് കൊടുത്തത് നമ്മളിങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് നിന്നിട്ടായിരുന്നു ചേട്ടൻ ചേച്ചിക്ക് റിംഗ് ഇട്ട് കൊടുത്തത്. അത് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ചോറ് കഴിച്ചു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ വീണ്ടും വരാം. ചിൽഡ്രൻ ബൈ.